ഒരു പെൻസിലിന്റെ ഒക്കെ വലിപ്പത്തിലാണ്. കുറച്ച് അധികം വ്യത്യാസങ്ങൾ അതിലുണ്ട്. ഇതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു അപാകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഭാഗത്തൊക്കെ സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ പറ്റുന്നതാണ്. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കൂടിയ ഐറ്റം ആണ്. നമ്മൾ മോട്ടറോളയുടെ എഡ്ജ് 16 Pro എന്ന് പറഞ്ഞ ഒരു മൊബൈലാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇവൻ എന്താ പട്ടാണോ, ഒരു വർഷം മുമ്പ് ഇറങ്ങിയ മൊബൈൽ എന്താ ഇപ്പൊ അൺബോക്സ് ചെയ്യുന്നതെന്ന്. അതിനും കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മൊബൈലിനെല്ലാം നല്ല വില കൂടിയിരിക്കുന്ന സമയമാണ്. നമുക്ക് 15 രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പല മൊബൈലും ഇന്ന് 30,000 രൂപയോളം വിലയിലാണ് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒരു 30 സംതിങ് വിലയില് അത്രയ്ക്ക് ഫീച്ചറുകളും കാര്യങ്ങളും ഉള്ള ഒരു മൊബൈൽ എന്ന് പറയാൻ ഇതാ ഉള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. മാത്രമല്ല, നമ്മൾ ഇതിൽ ഇച്ചിരി മെമ്മറി ഒക്കെ കൂടിയതും റാം ഒക്കെ കൂടിയ പ്രോഡക്റ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം, എഡ്ജ് 70 Pro ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് അത് മേടിച്ചില്ല എന്ന്. അതിന് നോക്കുമ്പോൾ വില കൂടുതലാണ്. അതല്ലാതെ കുറച്ച് കാരണങ്ങൾ അത് എടുക്കാതിരിക്കാൻ കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് കാണാം. അതിന്റെ ഒപ്പം തന്നെ 17 Proയും 16 Proയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കാരണത്തിലാണ് ഞാൻ അത് എടുക്കാണ്ടിരുന്നത്. ഇത് 512 GB ആണ്. അതേപോലെ 16 GB റാം ഉള്ള മോഡലാണ് ഇത് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ കൂടുതലായിട്ടൊന്നുമില്ല, നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്ത് കാണാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി ചേർന്നേക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്, പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അധികമൊന്നും പറഞ്ഞ് ലഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് മൊബൈൽ വന്നിരിക്കുന്ന ബോക്സ് ഇതാണ്. 16 Proന്റെ ഫ്ലിപ്കാർട്ട് ആയിരുന്നു ഡെലിവറി ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ബോക്സ് ആണെന്ന് അവരൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കായിട്ട് ഞാനൊന്ന് അൺബോക്സ് ചെയ്യാണ്. അപ്പൊ ഈ ബോക്സിൽ ഇങ്ങനെയാണ് വരുന്നത്. മൊബൈൽ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതിനൊരു പ്രൊട്ടക്റ്റിംഗ് ലെയറൊക്കെ സാധാരണ എല്ലാത്തിലും കൊടുക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മൊബൈൽ ഞാനൊരു ലെതർ ടച്ച് ഉള്ള ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊബൈലിൽ കൂടാതെ വേറെന്താ ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു ചാർജർ തന്നിട്ടുണ്ട്. ചാർജർ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു ചാർജറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഒപ്പം ഒരു ഡാറ്റ കേബിൾ തന്നിട്ടുണ്ട്. ഇത് C2C ഡാറ്റ കേബിൾ ആണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബോക്സിനകത്ത് വേറെ ഒന്നും തന്നെ. പിന്നെ ഇതിന്റെ മറുഭാഗത്തായിട്ട് മറ്റൊരു സംഭവം ഉണ്ട്. അതിൽ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അറിയുന്നവർ കമന്റ് ചെയ്യാം. അതുകൂടാതെ ഒരു യൂസർ മാനുവല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാറണ്ടി ഓൺലൈൻ ആയതുകൊണ്ട് വാറണ്ടി കാർഡൊന്നും ഇതിന്റെ ഒപ്പം ഇല്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു യൂസർ മാനുവൽ ഉണ്ട് ഇതിന്റെ ഒപ്പം. പിന്നെ ഒരു സിം ഇജക്ടർ ഉണ്ട്. ഈ മോട്ടറോളന്റെ പെർഫ്യൂം ഫ്രാഗ്രൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ബോക്സ് ആണ് സാധാരണഗതിയിൽ വരിക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൽ അതൊന്നും കാണുന്നില്ല. പിന്നെ ഒരു ബാക്ക് കവർ ഒക്കെ അവര് ചില ബോക്സുകളിൽ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ അതില്ല. ഇങ്ങനെയാണ് മൊബൈൽ വന്നിട്ടുള്ളത്. ഈ മോഡലിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപാട് അൺബോക്സിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഡിസ്പ്ലേക്ക് ഇങ്ങനെ കർവ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ പുറകിലായിട്ട് 50 MB 2 ക്യാമറയും ഒരു ടെലിഫോട്ടോ ക്യാമറയും ഉണ്ട്. പിന്നെ ഒരു ഫ്ലാഷ് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 50 MB ക്യാമറ ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടാണ് വോളിയം അപ്പും ഡൗണും കൊടുത്തിട്ടുള്ളത്. അതേപോലെ ലോക്ക് ആൻഡ് ലോക്ക് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് AI-ന്റെ സ്വിച്ച് ആണ്. AI ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ആയിട്ട് ഇങ്ങനെ ഒരു സ്വിച്ചും കൂടെ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ലിം ഒക്കെയാണ്. ഈ സ്ലിമ്മിന്റെ കാര്യം പറയുമ്പോഴാണ് ശരിക്കും നമ്മുടെ 70 Pro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും സ്ലിമ്മിലാണ് അത് വന്നിട്ടുള്ളത്. ഒരു പെൻസിലിന്റെ ഒക്കെ വലിപ്പത്തിലാണ് അത് വന്നിട്ടുള്ളത്. കുറച്ച് അധികം വ്യത്യാസങ്ങൾ അതിലുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് പരിശോധിച്ചിട്ടൊന്ന് നമുക്ക് എന്തൊക്കെയാ അതിൽ മാറ്റങ്ങൾ വരുന്നതിനൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അങ്ങനെ നമുക്ക് മൊബൈൽ ഓൺ ആക്കി നോക്കാം. ഇതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു അപാകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ വെട്ടുന്ന ഇച്ചിരി മുഷിഞ്ഞിരിക്കുന്ന കൈയാണെങ്കിൽ ഇതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ ചെളിയാകുന്നുണ്ട്. ആ ഒരു കംപ്ലൈന്റ് കാണുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഇതിൽ 2 മോഡലുകളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ഇതിന്റെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഭാഗത്തൊക്കെ ഇതിന്റെ കേസുമായിട്ടൊന്ന് അകന്ന് നിൽക്കുന്നതായിട്ട് ഒരു ഫീൽ വരുന്നുണ്ട്. ഞാനൊരു മോഡൽ ഇതുപോലെ വന്നിട്ട് റിട്ടേൺ അയക്കുകയുണ്ടായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് റിട്ടേൺ അയച്ചു. പക്ഷേ ഇതിലെല്ലാ മോഡലിലും അങ്ങനെ വരുന്നുണ്ട്. ഇവരുടെ ശരിക്കും അത് മാനുഫാക്ചർ ഡിഫക്റ്റ് ആയിട്ടാണ് എനിക്കത് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഡോൾബി അറ്റ്മോസിന്റെ ലേബിൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്.
സിം കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് Motorola ഉപയോഗിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഇൻഫിനിക്സ് ആയിരുന്നു. നമ്മളെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി തന്നെ മേടിക്കുന്ന പ്രോഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇത് ഉപയോഗിക്കാറാണ്. നമ്മൾ ഇത് മെയിൻ ആയിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ 16 GB റാം ഉണ്ട്, അതേപോലെ 512 GB സ്റ്റോറേജ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൾട്ടി ടാസ്ക് കാര്യങ്ങളെല്ലാം നടക്കും. അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ പറ്റുന്നതാണ്. ഞാൻ ഗെയിമിങ്ങിൽ അത്ര താല്പര്യനല്ല, അതുകൊണ്ട് ഞാൻ അത് കളിച്ചു നോക്കിയിട്ടില്ല. അഭിപ്രായം കേട്ടത് വെച്ച് നോക്കുമ്പോൾ ഗെയിമിങ്ങിനൊക്കെ നല്ലൊരു ഫോണായിട്ടാണ് ഇതിന്റെ മൊത്തത്തിലുള്ള അഭിപ്രായം. ചിപ്സെറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ Dimensity 8350 എന്ന് പറഞ്ഞ ഒരു ചിപ്സെറ്റ് ആണ് വന്നിട്ടുള്ളത്. നേരെ മറിച്ച് നമുക്ക് 70 Proയിലേക്ക് വരുമ്പോൾ 8500 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് വരുന്നത്. കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണെന്ന് പറയുന്നു. അതേപോലെ AnTuTu സ്കോർ ഒക്കെ ഈ ഫോണിന് ഏകദേശം 14 ലക്ഷത്തിന്റെ മുകളിലുണ്ട്. അതുപോലെ തന്നെ 70 Pro ഇപ്പോൾ നിലവിൽ 24 ലക്ഷത്തിന്റെ മുകളിൽ AnTuTu സ്കോർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടിലും AMOLED ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇതിലാവുമ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. 120 Hz റീഫ്രഷ് റേറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട്. 70 Proയിലേക്ക് വരുമ്പോൾ 144 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ 4500 നിറ്റ്സ് വരെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 70 Proയിലേക്ക് വരുമ്പോൾ 5200 ആയിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ഇതിൽ പ്ലാസ്റ്റിക് കേസ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഗോറില്ല ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് പറഞ്ഞാൽ അലുമിനിയം കേസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലും ഗോറില്ല ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ക്യാമറയുടെ സൈഡിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ ഇതിന്റെ റിയർ സൈഡിൽ നമുക്ക് തന്നിട്ടുള്ളത് 50 MB ഒരു മെയിൻ ക്യാമറയും 50 MB അൾട്രാ വൈഡ് ക്യാമറയാണ്. പിന്നെ ഒരു 10 MB ടെലിഫോട്ടോ ലെൻസും കൂടെ ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട്. 70 Proയിലേക്ക് വരുമ്പോൾ സെയിം സോണിന്റെ ലെൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 50 MB മെയിൻ ക്യാമറയും അൾട്രാ വൈഡ് 50 MB ക്യാമറയും ഉണ്ട്. മാക്രോ ലെൻസ് ആണ് പിന്നീട് വന്നിട്ടുള്ളത്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോട്ടോ 10 MB അതിൽ വന്നിട്ടില്ല എന്നുള്ള ഒരു കാരണമാണ് നമ്മൾ അത് ഒഴിവാക്കാനുള്ളത്. നേരെ മറിച്ച് നമുക്ക് ബാറ്ററി കാര്യങ്ങളിലേക്കൊക്കെ വരാൻ നേരത്ത് ബാറ്ററി സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ബാറ്ററി തന്നിട്ടുള്ള 6000 mAh ആണ്. 90 വാട്ടിന്റെ വയർഡ് ഫാസ്റ്റ് ചാർജിങ്, അതേപോലെ തന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഉണ്ട്. 5 വാട്ട് റിവേഴ്സ് ചാർജിങ്ങും ഇതിൽ കൂടെ നടക്കും. നേരെ മറിച്ച് 70 Proയിലേക്ക് വരുമ്പോൾ 6500 ബാറ്ററി ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. 500 mAh ബാറ്ററി അതിൽ കൂടുതലാണ്. 90 വാട്ടിന്റെ വയർഡ് ചാർജറും കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് അതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വയർലെസ് ചാർജർ അതിൽ കൊടുത്തിട്ടില്ല. അതൊരു മെയിൻ കാര്യമാണ്. അതിൽ അത് ഒഴിവാണ്. അതേപോലെ റിവേഴ്സ് ചാർജിങ് കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ ഇതിന്റെ വേർഷൻ വന്നിട്ട് ആൻഡ്രോയിഡ് വേർഷൻ 15 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 70 Proയിൽ വരുമ്പോൾ 16 ആണ് വന്നിട്ടുള്ളത്. രണ്ടിലും 3 OS അപ്ഡേറ്റും അതേപോലെ ഇതിൽ വന്നിട്ട് 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും 70 Proയിലാണെങ്കിൽ നേരെ മറിച്ച് 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് അവർ പറയുന്നുണ്ട്. ഇത് 8 GB 256 60 Proയ്ക്ക് വില വരുന്നത് ഒരു 30,000 രൂപയ്ക്ക് ഉള്ളിൽ കിട്ടും. അതായത് ഇപ്പോൾ നിലവിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അതേപോലെ ആമസോണിലൊക്കെ 29,900 സംതിങ് രൂപയ്ക്ക് നമുക്ക് ഒരു 8 GB റാമും 256 GB സ്റ്റോറേജും ഉള്ള പർച്ചേസ് ചെയ്യാം. നേരെ മറിച്ച് 70 Proയിലേക്ക് വരുമ്പോൾ ഇതേ 8 GB 256 വില സ്റ്റാർട്ട് ചെയ്യുന്നത് 38,999 സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. നമുക്ക് ഈ 38,999 രൂപ കൊടുക്കുകയാണെങ്കിൽ 16 GB 512 GB സ്റ്റോറേജ് ഉള്ള ഈ മോഡൽ മേടിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ഇതിന് വില വന്നിട്ടുള്ളത് നമുക്ക് 38,900 സംതിങ് ആണ്. ഇതിൽ 16 GB-യും 512 GB സ്റ്റോറേജും നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ മോഡൽ സെലക്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ അൺബോക്സ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതിലൊന്നും പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ആയിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യല്. നമ്മുടെ ആവശ്യങ്ങൾക്ക് മേടിച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താറാണ് പതിവ്. അതുപോലെ തന്നെ മേടിച്ച ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ ഇതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇൻഫിനിക്സിന്റെ ഒരു മോഡൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ മോഡൽ ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചു, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ മെയിൻ ഫാൾട്ട് പ്രശ്നങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൊബൈലുകൾക്കൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ മൊട്ടോളയ്ക്ക് സർവീസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് പറഞ്ഞത് കേട്ടിട്ടുള്ളത്. അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഇൻഫിനിക്സിലേക്കൊക്കെ വരുമ്പോൾ സർവീസ് സെന്റർ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ സർവീസ് അത്ര നല്ലൊരു സർവീസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഡിസൈൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് 70 Pro തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മളെ കമ്പനി പറ്റിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി വളരെ വിദഗ്ധമായിട്ട് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്തത്. അതായത് 70 Proയിലേക്ക് വരുമ്പോൾ വിലയും കൂട്ടിയിട്ടുണ്ട്. ടെലിഫോട്ടോ ലെൻസ് അതിൽ നിന്ന് എടുത്തു കളഞ്ഞു. വയർലെസ് ചാർജിങ് ഇല്ല, റിവേഴ്സ് ചാർജിങ് ഇല്ല. നമുക്ക് ആ കൂട്ടിയിട്ടുള്ളത് ചെറിയ ചെറിയ റീഫ്രഷ് റേറ്റിൽ ഒരു അല്പം കൂടുതലുണ്ട്. ബാറ്ററിന്റെ കാര്യത്തിൽ ഒരു 500 mAh കൂടുതലുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ പല വീഡിയോയിൽ കണ്ടുകൊണ്ട് നമ്മൾ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഫോട്ടോ ക്ലാരിറ്റി അതേപോലെ വീഡിയോ ക്ലാരിറ്റി ഒക്കെ നല്ലതാണ്. ഇതിൽ വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഏകദേശം 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ നമുക്ക് വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലെടുത്ത വീഡിയോസ് അതേപോലെ പിക്ചർ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ 16 Pro? നിങ്ങളുടെ അഭിപ്രായം
അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് എഴുതുക. ഈ മൊബൈലിനെ കുറിച്ചും അതേപോലെ 70 Pro ഇപ്പോൾ പുതിയ മോഡലായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് എഴുതിയേക്കുക. അതേപോലെ നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ എന്തായാലും വിട്ടുപോയിട്ടുണ്ടാവും. കാര്യം നമ്മൾ ഈ മൊബൈലിന്റെയൊക്കെ റിവ്യൂ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചെയ്യാറില്ല. എന്ന് വെച്ചാലും നിങ്ങൾക്ക് ഈ റിവ്യൂ വീഡിയോ വളരെയധികം ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനലിൽ കൂടെ റിവ്യൂ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ അപ്ഡേറ്റ് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ റിവ്യൂ മനസ്സിലാക്കിയിട്ട് പ്രോഡക്റ്റുകൾ ഞാൻ മേടിച്ച പോലത്തെ പ്രോഡക്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത്ര നേരം വീഡിയോ കണ്ടവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടോ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഷോപ്പിംഗ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ പ്രോഡക്റ്റുകളും ഓഫറിലുള്ള പ്രോഡക്റ്റുകളും ഷെയർ ചെയ്യുന്ന ഷോപ്പിംഗ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അതിന് പ്രോഡക്റ്റുകൾ ഓഫറിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ അടുത്ത വീഡിയോയിലൂടെ കാണാം. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.